Hello friends, ഇന്ന് എല്ലാവരുടെയും മുന്നിൽ prawn ബിരിയാണി ആയിട്ടാണ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 650 grams prawns എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ prawn ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇത്രയും കൂടെ പുരട്ടി ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇത് അളവ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1, മല്ലിപ്പൊടി ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂണും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും. ഇത്രയും ഇട്ടാണ് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വെച്ചാൽ ഞാൻ 2 മീഡിയം സവോള ഞാൻ കുഞ്ഞതായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു മീഡിയം ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, ഇത് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ്. പിന്നെ നമുക്കിതിന് വേണ്ട സ്പൈസസ് ആണിത്: പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇത് സ്റ്റാർ അനീസിൻ്റെ ഇത് ഫുള്ളായിട്ട് വേണ്ട, ഇതിന് 2-3 പെറ്റൽസ് മതി. പിന്നെ ഒരു ബ്ലാക്ക് കാർഡമം. അപ്പോൾ ഇതെടുത്തിരിക്കുന്നത് പട്ട ഒരു ഇഞ്ച് നീളത്തിനുള്ള ഞാൻ പൊടിച്ചിട്ടിരിക്കുന്നു. പിന്നെ ഇതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, ഇതും ഇതുപോലെ ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, ഏലക്കായും ഇത്രയും. പിന്നെ ഒരു ബ്ലാക്ക് കാർഡമം എടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാർ അനീസിന് നമുക്കൊരു 3 ഫ്ലേക്സ് എടുക്കാം. പിന്നെ ഞാൻ മല്ലിയിലയും പുതിന ഇലയും. പിന്നെ ഞാൻ 1 കപ്പ് ചോറ് ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നു. ഉപ്പിട്ട് വേവിച്ചിട്ട് നമ്മൾ ചോറ് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്, കുഞ്ഞരി, മറ്റേ വലിയ നീളമുള്ളതല്ല, കുഞ്ഞരി എടുത്തിരിക്കുന്നത്. ഇത് വേവിക്കുമ്പോൾ ഹാഫ് വെന്താൽ മതി, ബാക്കി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ബാക്കി വെന്ത് പോകും. അപ്പോൾ ഒരു 75% വേവ് മതിയാവും അരിക്കും. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോൺ ബിരിയാണിയുടെ റൈസ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്കിതിന് റൈസിന് ഞാനിപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാകുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് അതെല്ലാം ആ നെയ്ക്കകത്തോട്ട് ഇടാം. ഇതൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മണം ഒന്ന് വരട്ടെ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ റൈസ് ഞാൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. കണ്ടോ, അത് പെട്ടെന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റൈസ് ഇതിനകത്തോട്ട് നമ്മളൊന്ന് യോജിപ്പിക്കുകയാണ്. ആ നെയ്യും ആ പട്ടയും ഗ്രാമ്പും ആ സ്പൈസസ് എല്ലാം ഈ ചോറിലേക്ക് നല്ലോണം അങ്ങ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് മതിയാവും. നമുക്ക് ഈ ചോറ് നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാനിൽ തന്നെയാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് പ്രോൺസിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്യാം. ഒത്തിരി മൂപ്പിക്കണ്ട, ഒരു ശാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തേക്കാം. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചാൽ മതി. ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ചോപ്പ് ചെയ്ത സവോള അങ്ങോട്ടിട്ട്.
ഇതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരുന്നതാണ്. വെച്ച് ലൈം ജ്യൂസ് ഒഴിക്കാണ്, ഒരു ലൈമിൻ്റെ ജ്യൂസ്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ടി തൈര് വേണം. തുറന്ന് നോക്കാം. കണ്ടോ, മസാല എല്ലാം കൊഞ്ചിൽ പ്രോൺസിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും ഈ മസാല. അപ്പോൾ നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇല്ലേ, റൈസ് ഇതിൻ്റെ മേളിലോട്ട് ഇടാം. ഒരു 5 minutes ആയി, കണ്ടോ, നല്ലതായിട്ട് ആയിരിക്കും. അപ്പം നമ്മളിനി ഇത് വിളമ്പുമ്പോൾ ഈ നമ്മുടെ പ്രോൺസ് എല്ലാം അടിയിലല്ലേ കിടക്കുന്നത്, അപ്പോൾ വിളമ്പുമ്പോൾ ദേ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ എടുത്ത് വിളമ്പിയാൽ മതി. അപ്പോൾ ഇതേ ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റുക. കണ്ടോ, എന്ത് പെട്ടെന്നാണ് നമ്മുടെ ഒരു പ്രോൺ ബിരിയാണി റെഡി ആയത്. നല്ല കളർഫുള്ളും ആണ്, അതുപോലെ ഭയങ്കര ഡെലീഷ്യസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും ആണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ വിത്ത് യുവർ ഓൾ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു ഓൾ.